വളരെ ചെറുപ്പം മുതലേ തന്നെ നമ്മളെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സമ്പന്നനാവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള എന്തോ ഒരു കാര്യമാണ് എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് ഒരു ഗെയിം കളിക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സമ്പന്നനാവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു അതിശയോക്തി പോലെ അല്ലെങ്കിൽ ഒരു ഞെട്ടൽ പോലെയൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത്ര സിമ്പിളല്ല എന്നുള്ള കാര്യം ഞാനും സമ്മതിക്കാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ വിചാരിക്കുന്ന അത്രയും ടഫായിട്ടുള്ള ഒരു ഗെയിമൊന്നുമല്ല. കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും ലൈഫിൽ സമ്പന്നനാവാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് മണി ഈസ് എ ഗെയിം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. പണം എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ചിന് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് എന്ന കാര്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ നമ്മൾ ഒരു സർവീസ് ഒരാളിൽ നിന്നും മേടിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്തായാലും ബേസിക്കലി നമ്മൾ പണം കൊടുക്കുന്നത് അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് എന്നുള്ള രൂപത്തിലാണ്. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ജോലിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പണത്തിന് കൊടുക്കുന്ന മൂല്യം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സമയം മറ്റൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അയാൾ അതിന് എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് തരുന്ന ഒരു കാര്യമാണ് മണി എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ കഴിവിന് അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് ആനുപാതികമായ രീതിയിലായിരിക്കില്ല നമുക്ക് തിരിച്ച് പണം എക്സ്ചേഞ്ച് ആയിട്ട് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും റിച്ച് ആവാതെ പോകുന്നത് എന്ന് മനസ്സിലാക്കാം. അതല്ല എങ്കിൽ അത്രയും അധികം റിച്ച് ആവാനുള്ള ഒരു പണം സമ്പാദിക്കാനുള്ള കഴിവ് നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അത്രയും അധികം സമയം നമ്മൾ ചെലവഴിക്കുന്നില്ല എന്നുള്ളതുമാവാം. ഈ ഒരു ബേസിക് റൂൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കഴിവിനെയും നമ്മുടെ സമയത്തെയും വളരെയധികം ബെനിഫിഷ്യലായി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വെൽത്തി ആവാൻ വേണ്ടി നമുക്ക് സാധിക്കും. പണവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് മണി അട്രാക്ട്സ് മണി, അഥവാ പണം പണത്തെ ആകർഷിക്കും എന്നുള്ളതാണ്. പലപ്പോഴും പണക്കാരായിട്ടുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരെ പോലെ തന്നെ പണക്കാരായിട്ടുള്ള മറ്റ് ആളുകളുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾക്കിടയിൽ തന്നെയായിരിക്കും അവർ അവരുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ വിമുഖത കാണിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതോ കൊണ്ടല്ല, മറിച്ച് അവരുടെ അതേ തരത്തിലുള്ള സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ സിമിലർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ആയിരിക്കും കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് അവർക്ക് ലഭിക്കുന്നത് എന്നതാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് സിനിമ വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ സിനിമ കാണൽ ഒരു ഹോബി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ പോലെ സിനിമ കാണുന്ന മറ്റുള്ള ആളുകളുമായുള്ള സൗഹൃദം അയാൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും കൂടുതൽ എൻജോയ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുമായിട്ടുള്ള കൂടുതൽ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ അവർക്കും ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അതിൻ്റെയും കാരണം ഇതേ ലോജിക്ക് തന്നെയാണ്. ഇത്തരത്തിൽ സമ്പന്നരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം അവർക്കിടയിലുള്ള ബിസിനസ് ബന്ധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്പത്തുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളെല്ലാം തന്നെ കൂടുതൽ വർദ്ധിപ്പിക്കാനും അത് ഫലത്തിൽ അവർക്ക് തന്നെ ബെനിഫിറ്റ് ആവുകയും കൂടുതൽ വെൽത്തി ആവാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. സമ്പത്തുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് മണി ഈസ് ഈസി ടു ഗെയിൻ ബട്ട് ഹാർഡർ ടു കീപ്പ് എന്നുള്ളതാണ്. അതായത് പണം സമ്പാദിക്കാൻ എളുപ്പമാണ്, എന്നാൽ അത് കയ്യിൽ വെക്കാനാണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. ഇതും പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് കൈവശം വെക്കുക എന്ന് പറയുന്നത്. കാരണം പണം എന്ന് പറയുന്നത് ഒരുപാട് അധികം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര കുറവ് ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിച്ച രീതിയിൽ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കണം എന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് മണി ഈസ് ഓൾവേസ് ഹാർഡർ ടു കീപ്പ് എന്ന് പറയുന്നത്. സമ്പത്തുമായി ബന്ധപ്പെട്ട നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് മണി ലവ്സ് റിസ്ക് ടേക്കേഴ്സ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എന്ന വാക്ക് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോണോട്ടേഷനിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണെന്ന് നമുക്കറിയാം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് വളരെ റിസ്കി ആണെന്നും അത് ചെയ്യാതിരിക്കുക, അത് അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ ആയിരിക്കും പൊതുവെ ആളുകൾ നമ്മളോട് പറയുക. കാരണം ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ നഷ്ടമാണ്, തീരാ നഷ്ടമാണ് എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് പൊതുവെ ആളുകൾക്കിടയിലുണ്ട്. എന്നാൽ റിസ്ക് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് മുതലെടുത്തുകൊണ്ട് നമുക്ക് ഒരുപാടധികം നേട്ടങ്ങൾ സാമ്പത്തികപരമായിട്ടും അല്ലാതെയും നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങളെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള രാകേഷ് ജുൻജുൻവാല അദ്ദേഹത്തിൻ്റെ കോവിഡ് കാലഘട്ടത്തിലാണ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഏവിയേഷൻ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് എയർപോർട്ടുകളെല്ലാം തന്നെ നിശ്ചലമായിരിക്കുകയും എയർലൈൻ കമ്പനികളെല്ലാം തന്നെ അടച്ചുപൂട്ടേണ്ട ഒരു വക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഏവിയേഷൻ മേഖലയിലേക്ക് തന്നെ കാലെടുത്ത് വെക്കുന്നത് എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ സമയത്ത് പോലും അദ്ദേഹം അത്രയും വലിയ റിസ്ക് ഏറ്റെടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ഒരു കോവിഡ് കാലഘട്ടം അല്ലെങ്കിൽ ലോക്ക്ഡൗൺ കാലഘട്ടമൊക്കെ മാറി പിന്നീട് ഏവിയേഷൻ മേഖലയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ
നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുത്ത് അല്ലെങ്കിൽ അതിനെ ഒരു അവസരമായി കണ്ടുകൊണ്ട് അദ്ദേഹം വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്തത്. എന്നാൽ പലപ്പോഴും സമ്പത്തിനെ പറ്റിയുള്ള ഈ ഒരു നിയമം പലരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ പോലും ഭയം കാരണം ആ ഒരു നിയമം അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നില്ല എന്നതാണ്. ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് റിസ്കിന് കാരണമാവുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കാറുണ്ട്. ഇത് കാരണം അവർക്ക് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് അവർ തന്നെ അറിയാതെ നഷ്ടമാക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. സമ്പത്തുമായി ബന്ധപ്പെട്ട 5ാമത്തെ നിയമം എന്ന് പറയുന്നത് മണി ലവ്സ് സീക്രസി എന്നുള്ളതാണ്. സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ അത് സ്വകാര്യത ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഈ ഒരു കാര്യം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റൂള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള പണമെല്ലാം തന്നെ അവർ ഷോ ഓഫിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർ വലിയ ബിഗ് പോക്കറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാടധികം ബ്രാൻഡഡ് ആയിട്ടുള്ള ആക്സസറീസ് മേടിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനാവശ്യമായ ദൂരത്തിലേക്ക് അവർ അവരുടെ ജീവിതത്തിന്റെ വളരെ യങ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ കടക്കുന്നു എന്നുള്ളതാണ്. ഇത് യാതൊരു വിധത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നില്ല. മറിച്ച് അവരുടെ ജീവിതത്തിൽ അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ പണം അല്ലെങ്കിൽ സമ്പത്ത് അവരുടെ കയ്യിലുള്ള എത്ര തുച്ഛമായ എമൗണ്ട് ആണെങ്കിലും അവർ അതിനെ നശിപ്പിച്ചു കളയുന്നു എന്നുള്ളതാണ്. പണം ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കാഴ്ച വസ്തു അല്ലെങ്കിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. മറിച്ച് പണത്തിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് അതിൻ്റെ രഹസ്യ സ്വഭാവം പുലർത്തുക, അഥവാ അതിൻ്റെ സ്വകാര്യതയെ മാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പണം സ്പെൻഡ് ചെയ്യുന്നു എന്നതൊക്കെ നമ്മുടെ സ്വകാര്യമായ കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ രഹസ്യ സ്വഭാവത്തിൽ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ നടത്തുന്ന ദൂർത്തെല്ലാം തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ നമ്മൾ പണത്തെ കാണാതിരിക്കുക എന്നതാണ് ഈ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമ്പത്തുമായി ബന്ധപ്പെട്ട 6ാമത്തെ നിയമം എന്ന് പറയുന്നത് മണി ഹേറ്റ് സ്റ്റേയിങ് ഐഡിൽ എന്നുള്ളതാണ്. അതായത് പണത്തിന് വളരെ അലസമായിട്ടിരിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ്. മറിച്ച് അതെപ്പോഴും സർക്കുലേഷനിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, പണം എപ്പോഴും ഒരു ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ഒരു വ്യക്തിയിൽ തന്നെ എല്ലാ കാലവും അലസമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ആളുകൾ ഇത് മനസ്സിലാക്കുന്നതിന് പകരം അവർ ഒരുപാടധികം പണം അല്ലെങ്കിൽ സമ്പത്ത് സ്വരുക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയും അത് അവരുടെ കൈവശം വെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ പണത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് സർക്കുലേഷനാണ്, മറിച്ച് ഐഡിലായി ഇരിക്കുക എന്നുള്ളതല്ല. ഈ ഒരു റൂള് മനസ്സിലാക്കാതെയാണ് ആളുകൾ പലപ്പോഴും വെൽത്ത് ജനറേഷന് വേണ്ടി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സമ്പന്നനാവണം എന്ന ആഗ്രഹം ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നത്. സമ്പത്തുമായി ബന്ധപ്പെട്ട 7ാമത്തെ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് അബണ്ടൻസ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഫ്രൂഗലായിട്ട് അല്ലെങ്കിൽ വളരെ സംക്ഷിപ്തമായിട്ടാണ് ആ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അത് ഒരു കാരണവശാലും നമുക്കൊരു റിച്ച് മൈൻഡ് സെറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ലോ ഓഫ് അബണ്ടൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് ആണ്. അതായത് നമ്മുടെ മൈൻഡിനോട് നമ്മൾ വളരെ റിച്ച് ആൻഡ് അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ച് പുലർത്തുന്ന ഒരാളാണ് എന്ന് പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് സ്ഥാപിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ നമ്മൾ വളരെയധികം റിച്ച് ആൻഡ് അബണ്ടൻ്റ് ആയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും നമുക്ക് റിച്ച് ആൻഡ് അബണ്ടൻ്റ് ആയി മാറാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പണവുമായി ബന്ധപ്പെട്ട 7ാമത്തെ നിയമം എന്ന് പറയുന്നത്. സമ്പത്തുമായി ബന്ധപ്പെട്ട 8ാമത്തെ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ കുറച്ച് എമൗണ്ട് നമ്മുടെ ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും കുറച്ചധികം കാലഘട്ടത്തിലേക്ക് നമ്മൾ ആ പണം വിഡ്രോ ചെയ്യാതെ അതിനകത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാടധികം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആഡപ്പ് ചെയ്യുകയും അത് ഫലത്തിൽ വലിയൊരു വെൽത്ത് ജനറേഷൻ തന്നെ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അല്ലാതെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പോലെ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അതിനകത്ത് നമ്മുടെ സേവിങ്സ് ഒക്കെ ഇട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നമ്മൾ വിഡ്രോ ചെയ്ത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കുറച്ച് കാശ് കിട്ടുമ്പോൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പ്രക്രിയ കൊണ്ട് ഒരു കാരണവശാലും നമുക്കൊരു വെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. മറിച്ച് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ഇത് ഒരിക്കലും നമ്മളെ സഹായിക്കുകയില്ല. എന്നാൽ അതേസമയം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു മാജിക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആ ഒരു തരത്തിൽ നമ്മൾ റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി അധികം നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ സാധിക്കുകയും അതിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് അക്യുമുലേഷൻ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമങ്ങളെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.